നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് വളരെ ഗംഭീരമായി നടന്നത് പാകിസ്ഥാന് താങ്ങാനാകുന്നില്ല. അയോധ്യയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്ഷേത്രത്തെയും പള്ളിയെയും ചുറ്റിയുള്ള തർക്കം അവസാനിച്ചുവെങ്കിലും ക്ഷേത്രത്തെക്കുറിച്ച് പരാതിപ്പെടാൻ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഔദ്യോഗികമായി കത്തെഴുതിയിരിക്കുകയാണ് ഇപ്പോൾ. രാമന്റെ പ്രതിഷ്ഠയിൽ രാജ്യത്തെ മുസ്ലിങ്ങളും പങ്കെടുത്തതും പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യയിൽ വളരുന്ന ഭൂരിപക്ഷവാദത്തിന്റെ സൂചന ആണ് എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പ്രസ്താവന നടത്തിയത്. ഇന്ത്യയിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ വർദ്ധിച്ചുവരുന്ന വേലിയേറ്റം മതസൗഹാർദ്ദത്തിനും പ്രാദേശിക സമാധാനത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നും മുസ്ലിങ്ങളും അവരുടെ പുണ്യസ്ഥലങ്ങളും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും പാകിസ്ഥാൻ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. UN-ന് അയച്ച കത്തിൽ പാകിസ്ഥാൻ പ്രതിനിധി മുനീർ അക്രം ഇന്ത്യയിലെ അയോധ്യയിൽ തകർത്ത ബാബറി മസ്ജിദ് സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുന്നതിനെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നു എന്നും ഈ പ്രവണത ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ക്ഷേമത്തിനും മേഖലയിലെ ഐക്യത്തിനും സമാധാനത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതാണെന്നുമാണ് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ ഇസ്ലാമിക പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് എന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതിൽ ഖേദമുണ്ട്. കാരണം വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് എന്നിവയുൾപ്പെടെയുള്ള മറ്റു പള്ളികളും അപമാനത്തിന്റെയും നാശത്തിന്റെയും അപകട സാധ്യതകൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ UN-ൽ പരാതിപ്പെട്ടിരിക്കുന്നത്. ജനുവരി 22-ന് അയോധ്യയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തവരെ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരർ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിനെ പൈശാചികം എന്ന് വിശേഷിപ്പിക്കുകയും പ്രതികാരം ചെയ്യാനായി ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ തീവ്രവാദി ഗൗരി രാമമന്ദിർ യുദ്ധപ്രഖ്യാപനം എന്ന പേരിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുന്നതിന്റെയും 2022-ൽ മുഹമ്മദ് നബിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മുൻ BJP നേതാക്കളായ നൂപുർ ശർമ്മയുടെയും നവീൻ കുമാർ ജിൻഡലിന്റെയും ചിത്രങ്ങളും ഈ വീഡിയോയിൽ ഗൗരിയുടെ ശബ്ദം മാത്രമേയുള്ളൂ. മുംബൈ, ബഡ്കൽ, അസംഗഡ്, ഹൈദരാബാദ് എന്നീ നഗരങ്ങളിൽ നിന്ന് ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ കുറയുന്നതിനെക്കുറിച്ച് ഗൗരി ഈ പ്രചാരണ വീഡിയോയിൽ പറയുന്നുണ്ട്. 1966-ൽ ഹൈദരാബാദിൽ ജനിച്ച ഗൗരി 90കളുടെ മധ്യത്തിൽ 30ാമത്തെ വയസ്സിലാണ് ദുബായിലേക്ക് പോകുന്നത്. പിന്നീട് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലേക്ക് താമസം മാറുകയും ചെയ്തു. 2002-ൽ ഗാന്ധിനഗറിലെ അക്ഷർധാം ക്ഷേത്രം ആക്രമിച്ച കേസിലും 2004-ൽ ഹൈദരാബാദിലെ രാഷ്ട്രീയ നേതാക്കളെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. 2016-ൽ ഇന്ത്യൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ താവളമുണ്ടാക്കാനും ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഡൽഹി പോലീസ് ഗൗരിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും പിടിയിലായ ISIS ഭീകരർ എന്ന് സംശയിക്കുന്ന 3 പേരുടെ ഹാൻഡലർ ആയിരുന്നു ഗൗരി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ ഇന്ത്യയെ കേന്ദ്രീകരിച്ചുള്ള IS മോഡ്യൂളായ ഒരു പ്രോജക്റ്റാണ് ഗൗരി കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഗൗരി ഒരിക്കലും മാധ്യമ അഭിമുഖങ്ങളോ പരസ്യപ്രസംഗങ്ങളോ നടത്തിയിട്ടില്ല. മാത്രമല്ല, ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷനോ ഇന്റർപോളിനോ പോലും ഇയാളുടെ വ്യക്തമായ ഫോട്ടോയും ഇതുവരെ കിട്ടിയിട്ടില്ല. ദുബായിൽ താമസിക്കുന്ന സമയത്ത് ഗൗരി തന്റെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിനായി നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായതായാണ് വിശ്വസിക്കപ്പെടുന്നത്. അബു സുഫിയാൻ, സർദാർ സാഹബ്, ഫാറു എന്നീ പേരുകളിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ജെയ്ഷി മുഹമ്മദിന്റെ പ്രധാന വ്യക്തിയായി ഗൗരി കണക്കാക്കപ്പെടുന്നു. കേഡർമാർക്കിടയിൽ പലപ്പോഴും ഉസ്താദ് എന്നാണ് ഗൗരി അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.